നമസ്കാരമുണ്ട്. നമുക്ക് ഇന്നത്തെ പണി കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിലാണ്. ഇത് പൂവത്തങ്കൽ എന്ന സ്ഥലമാണ്. മൗക്കൂർന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം. ഇപ്പം എൻ്റെ 5 പണിക്ക് ആളുണ്ട് ഇടാം ചന്ദ്രേട്ടൻ. നമുക്ക് ഇന്നത്തെ പണി കഴിഞ്ഞാൽ കുളം ചുറ്റും വൃത്തിയാക്കൽ. പിന്നെ കുളത്തിനുള്ളിൽ കുറച്ച് പാവിലുണ്ട്, അത് കളഞ്ഞ് കുളം നല്ല വൃത്തിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ പണി. അത് കാണിച്ചത് ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് പണി സൈറ്റ്. ഈ കുളം ആദ്യം വൃത്തിയാക്കി എടുക്കണം. എന്താ പുല്ലെല്ലാം ഉണ്ട്, നല്ല കുടിക്കുന്ന വെള്ളമാണ്. ഇപ്പം കുറേ പാവിയെല്ലാം കയറിയോണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. അത് പാവിയും കുറേ വേസ്റ്റെല്ലാം ഉണ്ട്, അതെല്ലാം ചുറ്റും വൃത്തിയാക്കണം. ഈ കൊന്നേലും കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ആടെ കുറേ മണ്ണിടിച്ച് വന്നിട്ടുണ്ട്. അത് കാണിച്ചത് ഞങ്ങൾക്ക്. എൻ്റെ പണിക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടനാണ്. അല്ല, ഈ മണ്ണ് മഴക്കാലത്ത് ഇടിഞ്ഞതാണ്. അപ്പോൾ ഇത് ഫുള്ള് കോരിയെടുക്കണം. കോരി എടുത്തിട്ട് പുറത്ത് കളയേണ്ടതാണ്. അപ്പോൾ അന്നത്തെ പണി നമുക്ക് അത് കണ്ടു നോക്കാം. നമുക്ക് ഇപ്പം നമ്മൾ കാടെല്ലാം കൊത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം പിന്നെ അടുത്ത പണി ഞാൻ മണ്ണെടുക്കലാണ്. ഈ മണ്ണ് മൊത്തം മാറണം. ചുറ്റും കാട് കുത്തി വൃത്തിയാക്കിയപ്പം ഇതെല്ലാം ഫുള്ള് കാടുണ്ടായാണ്. ഇനി ഇത് ചുറ്റും വൃത്തിയാക്കിയ ശേഷം മണ്ണെടുക്കും. മണ്ണെടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇനി ഉള്ളിൽ ഇറങ്ങൽ. ഈ കൊന്നര കൊമ്പലം കുത്തി ചാടാണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് വൃത്തിയാക്കും. വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മണ്ണെല്ലാം എടുത്ത് മാറ്റി വല താഴെ വീണ വലയെല്ലാം ഇനി കെട്ടി. ഇനി അടുത്ത പണിഞ്ഞാൽ കുളത്തിൻ്റെ ഉൾഭാഗമാണ്. ഈ പുല്ലെല്ലാം പൊറിച്ച് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ കുറച്ച് പാവിയിലുണ്ട്, അത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അത് ഇനി അടുത്ത പണി. എൻ്റെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് ചായ കേട്ടാ ഇതെല്ലാം വെള്ളം വൃത്തിയാക്കി ചാടിയേണ്ടില്ല. അടിയിൽ പൊട്ടിയേന്ന് ചിലപ്പോൾ ഇത് മുളക്കാൻ സാധ്യത. ഇപ്പോൾ കുളത്തിലെ കാടുണ്ടായി, പൊങ്ങിക്കുന്ന കാട്, അതെല്ലാം പറിച്ച് പുറത്തെടുത്തു. ഇനി കുറച്ച് പാവിയുണ്ട്, അതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അത് നമുക്ക് ഓലയുണ്ടോ ഇങ്ങോട്ട് കൊത്തി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ പുറത്തെടുത്ത ഒരു കാടാണ് ഈ കാണുന്നത്. ഇത്രയും കാട് ആ കുളത്തിനുള്ളിൽ നിർത്താം. അങ്ങനെ കുളത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ചുറ്റും കൊന്നേര കൊമ്പെല്ലാം കൊത്തി മാറ്റി നെറ്റ് വലിച്ചു കെട്ടി. ഉള്ളിൽ കുറേ കാടെല്ലാം പൊങ്ങിയിട്ടുണ്ടായി, അതിനെ പൊളിച്ച് മാറ്റി. പിന്നെ പാവി ഉണ്ടായി, അതും എല്ലാം വൃത്തിയാക്കി എടുത്തു. അങ്ങനെ കുളത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.